നമസ്കാരം, ഞാൻ ഡോക്ടർ ഗോപിനാഥ് ഉള്ളി. പ്രമേഹം ഇന്ന് വളരെ കൂടുതലാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ഇന്ത്യ ആകട്ടെ ലോകത്തിൻ്റെ പ്രമേഹ രോഗ തലസ്ഥാനമായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രമേഹം സാധാരണഗതിയിൽ കുറച്ച് പ്രായമുള്ളവരെയാണ് ബാധിച്ചുകൊണ്ടിരുന്നത്. അതായത് 30, 35, 40 അല്ലെങ്കിൽ 50, 60 വയസ്സ് പ്രായമുള്ളവരെയാണ് ഇത് കൂടുതലായിട്ടും ബാധിച്ചുകൊണ്ടിരുന്നത്. ഈ അടുത്ത കാലത്തായിട്ട് അതിനൊരു മാറ്റം വന്നിട്ടുണ്ട്. അതായത് ചെറുപ്പക്കാരിൽ പോലും പ്രമേഹം ഇന്നുണ്ടാകുന്നുണ്ട്. ഈ കഴിഞ്ഞ ഒരു ദിവസമാണ് 18 വയസ്സുള്ള ഒരു ആൺകുട്ടി എൻ്റെ അടുക്കൽ വന്നത്. അവന് മൂത്രത്തിൽ അവിടെ ചെറിയ പ്രശ്നം, വേദനയൊക്കെ ആയിട്ടാണ് എൻ്റെ അടുക്കൽ വന്നത്. അപ്പോൾ ഞാൻ ബ്ലഡ് ഷുഗർ നോക്കിയപ്പോൾ ഉണ്ട്, അവൻ്റെ ബ്ലഡ് ഷുഗർ 250 അപ്പോൾ അവൻ ഡയബറ്റിക്കാണ്. അത് ടൈപ്പ് 2 ഡയബറ്റീസ് ആണ്. ഈ ടൈപ്പ് 2 ഡയബറ്റീസ് ആണ് നേരത്തെ മുതിർന്നവരിലൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നത്. ആ ടൈപ്പ് 2 ഡയബറ്റീസ് ആണ് ഇന്നിപ്പം 18 വയസ്സ് കഴിഞ്ഞ ചെറുപ്പക്കാർക്ക് പോലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ചെറുപ്പക്കാർക്ക് ഇത്ര ചെറുപ്പത്തിലേ പ്രമേഹം ഉണ്ടാകുന്നത്? അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി നമ്മുടെ എല്ലാവരും മനസ്സിലാക്കിയിരിക്കണം. അത് മനസ്സിലാക്കി അത് പ്രാവർത്തികമാക്കിയാൽ മാത്രമേ നമുക്ക് ഈ പ്രമേഹം ഉണ്ടാകാതിരിക്കുകയുള്ളൂ. പ്രമേഹം ഉള്ളവർക്ക് അതിനെ പെട്ടെന്ന് ചികിത്സിച്ച് മാറ്റുവാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ചെറുപ്പക്കാരിൽ ഈ പ്രമേഹം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് ആദ്യമായിട്ടൊന്ന് ചർച്ച ചെയ്യാം. ഈ പ്രമേഹം ഉണ്ടാകുന്നതിന് പല കാരണങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെയാണ്. പക്ഷേ ലൈഫ് സ്റ്റൈലിനെ പറ്റി ഡിസ്കസ് ചെയ്തതിന് മുമ്പ് മറ്റൊരു ചെറിയൊരു പോയിൻ്റ് കൂടി പറയണം. അതായത് ഇതിനൊരു പാരമ്പര്യ സ്വഭാവമുണ്ട് പ്രമേഹത്തിന്. അച്ഛനും അമ്മയ്ക്കും ടൈപ്പ് 2 ഡയബറ്റീസ് ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് പ്രമേഹം ഉണ്ടാകുവാനുള്ള സാധ്യത ഏതാണ്ട് 70 മുതൽ 80% വരെയാണ്. അതുപോലെ തന്നെ അമ്മയും അച്ഛനും അല്ലെങ്കിൽ ഒരാൾക്ക് മാത്രം പ്രമേഹം ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവരുടെ മക്കൾക്ക് പ്രമേഹം ഉണ്ടാകുവാനുള്ള സാധ്യത 50%. അപ്പോൾ അങ്ങനെ വീട്ടിൽ ആർക്കെങ്കിലും പ്രമേഹം ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കുട്ടികൾ 10 വയസ്സ് അല്ലെങ്കിൽ 4-5 വയസ്സുള്ളപ്പോൾ മുതൽ തന്നെ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കൂടുതൽ മധുരമുള്ള ആഹാരം കഴിക്കാതിരിക്കുക, കൂടുതൽ പഞ്ചസാര ഉപയോഗിക്കാതിരിക്കുക, ചോറ് അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക, ഗ്ലൈസിമിക് ഇൻഡെക്സ് കൂടിയ ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക, എല്ലാ ദിവസവും കുറച്ച് വ്യായാമം ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നമുക്ക് ഈ പാരമ്പര്യ സ്വഭാവം ഇതിനുണ്ട് എന്നുള്ളതാണ്. അതിലും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ. അതായത് ലൈഫ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഡയറ്റുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ വ്യായാമ പ്രക്രിയയുണ്ട്. അപ്പോൾ ഡയറ്റാണ് ഏറ്റവും പ്രധാനപ്പെട്ട വില്ലൻ. ഇന്ന് ചെറുപ്പക്കാരിൽ പ്രമേഹം ഉണ്ടാകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അതായത് അവർ ആഹാരത്തിൽ ഒന്നും ശ്രദ്ധിക്കുന്നില്ല. അവർ ഷുഗർ, അതായത് റിഫൈൻഡ് ഷുഗർ, നമ്മുടെ ടേബിൾ ഷുഗർ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നു. മധുരമുള്ള മറ്റ് ഐസ്ക്രീം മുതലുള്ളവ കഴിക്കുന്നു, അല്ലെങ്കിൽ മധുരമുള്ള സ്വീറ്റ്സ് പോലെയുള്ളവ കഴിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ റിഫൈൻഡ് ഗ്രെയിൻസാണ് കൂടുതലായിട്ടും നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്നത്. അതായത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് ചാക്കരി, പച്ചരി, കുത്തരിയൊക്കെ റിഫൈൻഡാണ്, റിഫൈൻഡ് ഗ്രെയിൻസാണ്. അതായത് തവിട് നീക്കിയ അരിയാണ്. നമ്മുടെ അരിയുടെ തവിടിലാണ് ഇതിൻ്റെ എല്ലാ പോഷകങ്ങളും അടങ്ങിയിരിക്കുന്നത്. അതായത് അതിനകത്ത് വൈറ്റമിൻസ് ഉണ്ട്, അതിനകത്ത് മിനറൽസ് ഉണ്ട്, അതിനകത്ത് നാരുകളുണ്ട്, ഇവയൊക്കെ ഉണ്ട്. പക്ഷേ മില്ലിൽ നമ്മുടെ അരി നമ്മൾ കുത്തുമ്പോൾ അല്ലെ അത് റിഫൈൻഡ് ചെയ്താണ്. അതായത് അതിനകത്തെ എല്ലാ പോഷകങ്ങളും കളഞ്ഞ് നമ്മൾ കാർബോഹൈഡ്രേറ്റിൽ അന്നജം മാത്രമേ നമ്മൾ തവിട് നീക്കിയ അരിയിലുള്ളൂ. അങ്ങനെയുള്ള അരിയുടെ ചോറാണ് ഇന്ന് മിക്കവരും കഴിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. കാർബോഹൈഡ്രേറ്റ് കൂടുതൽ നമ്മുടെ ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അത് നമ്മൾ ഷുഗറായിട്ടാണ് നമ്മുടെ ശരീരം അതിനെ സ്വീകരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു ടീസ്പൂൺ അല്ലെ പഞ്ചസാരയുടെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ആ പഞ്ചസാര പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ബ്ലഡിലെ ഗ്ലൂക്കോസായിട്ട് മാറുന്നു. നിങ്ങളുടെ ബ്ലഡിലെ ഗ്ലൂക്കോസ് റോക്കറ്റ് പൊങ്ങുന്നത് പോലെ പൊങ്ങാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ശരീരത്തിൽ ചില പ്രശ്നങ്ങളുണ്ടാക്കും. അതായത് കൂടുതൽ ഗ്ലൂക്കോസ് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതൽ ഇൻസുലിൻ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കേണ്ടി വരുന്നു. ഇൻസുലിൻ കൂടുതൽ ഉൽപ്പാദിപ്പിച്ചാൽ മാത്രമേ ആ ഷുഗറിനെ നമ്മുടെ കോശങ്ങൾക്കുള്ളിലേക്ക് കടത്തിവിടാൻ സാധിക്കൂ. അപ്പോൾ അത് പല പ്രശ്നങ്ങൾക്കും കാരണമാകുന്നുണ്ട്. അതിനെപ്പറ്റി നമുക്ക് മറ്റൊരു സന്ദർഭത്തിൽ ചർച്ച ചെയ്യാം. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് കൂടുതൽ അടങ്ങിയ ഭക്ഷണം, അതുപോലെ തന്നെ നമ്മൾ പ്രോട്ടീൻ കഴിക്കുമ്പോൾ നല്ല പ്രോട്ടീൻ്റെ ഭക്ഷണമാണ് കഴിക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ കൊഴുപ്പ് കഴിക്കുമ്പോൾ നമ്മൾ നല്ല കൊഴുപ്പടങ്ങിയ ഭക്ഷണ സാധനങ്ങളാണ് കഴിക്കേണ്ടത്. പക്ഷേ മിക്കവരും ഇന്ന് അങ്ങനല്ല. അതായത് നിങ്ങൾ റെഡ് മീറ്റ് കഴിക്കുന്നു എന്ന് വിചാരിക്കുക, ബീഫ്, മട്ടൺ, പോർക്ക്, അതിനകത്തൊക്കെ സാച്ചുറേറ്റഡ് ഫാറ്റാണ് കൂടുതലുള്ളത്. അപ്പോൾ അത് ആ കൊഴുപ്പ് നല്ല കൊഴുപ്പല്ല, ചീത്ത കൊഴുപ്പാണ്. അപ്പോൾ ഇങ്ങനെ ഭക്ഷണത്തിൽ പലവിധ പ്രശ്നങ്ങളും നമ്മളിന്ന് കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ചെറുപ്പക്കാരിൽ പ്രമേഹം ഉണ്ടാകുന്നത്. പിന്നെ മറ്റൊന്ന് സെഡൻറ്ററി ലൈഫ് സ്റ്റൈലാണ്. അതായത് ഇന്ന് വ്യായാമം അത്യാവശ്യമാണെങ്കിലും ഇന്ന് വ്യായാമം ചെയ്യുവാൻ പലരും കൂട്ടാക്കുന്നില്ല. പണ്ടത്തെ കാലത്തുള്ള ജോലി സംസ്കാരം അനുസരിച്ച് അവർക്ക് സ്വയമേ തന്നെ അവർക്ക് കുറച്ച് കാലറി ചിലവാകുന്ന പ്രവൃത്തികൾ അവർക്കുണ്ടായിരുന്നു. അവർ പ്രത്യേകം വ്യായാമം ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. കാരണം അവർ സ്വന്തം ജോലി സംബന്ധിച്ച് തന്നെ ഈ എനർജി അല്ലെങ്കിൽ കാലറി ചിലവാകുന്ന പ്രവൃത്തികളായിരുന്നു അന്നത്തെ ജോലികൾ. ഇന്നത്തെ ജോലി അങ്ങനെയല്ല. ഇന്ന് നമ്മൾ കസേരയിലിരുന്ന് ജോലി ചെയ്യുകയാണ്.
അവരൊട്ട് വ്യായാമം ചെയ്യുവാൻ മെനക്കെടാറുമില്ല. വ്യായാമം അത്യാവശ്യമാണ് എന്ന് പറഞ്ഞാൽ പോലും പലരും അത് ശ്രദ്ധിക്കാറില്ല. അപ്പോൾ ഇങ്ങനെ വ്യായാമം ചെയ്യാതിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ആഹാരത്തിൽ കൂടി എത്തിയിരിക്കുന്ന കാലറി നമ്മുടെ ശരീരത്തിൽ സൂക്ഷിച്ചു വെക്കുന്നു, കൊഴുപ്പായിട്ട് സൂക്ഷിച്ചു വെക്കുന്നു. അത് നമ്മുടെ വിസറൽ ഫാറ്റ്, നമ്മുടെ തൊലിക്കടിയിൽ അടിഞ്ഞു കൂടുന്നത് കൂടാതെ നമ്മുടെ ശരീരത്തിലെ നമ്മുടെ വയറിനുള്ളിലുള്ള അവയവങ്ങളും സൂക്ഷിക്കപ്പെടുന്നു. നിങ്ങളുടെ കരളിൽ അത് സൂക്ഷിക്കുന്നു, അപ്പോഴാണ് നിങ്ങൾക്ക് ഫാറ്റി ലിവർ ഉണ്ടാകുന്നത്. നിങ്ങളുടെ പാൻക്രിയാസിൽ അത് സൂക്ഷിക്കുന്നു, അപ്പോഴും നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ കൊഴുപ്പ് നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ട് അടിഞ്ഞുകൂടുമ്പോൾ നിങ്ങൾക്ക് പ്രമേഹം ഉണ്ടാകുന്നു, പ്രഷർ ഉണ്ടാകുന്നു, കൊളസ്ട്രോൾ ഉണ്ടാകുന്നു, ഹാർട്ട് അറ്റാക്ക് വരുന്നു, സ്ട്രോക്ക് വരുന്നു. ഇങ്ങനെ പല ക്യാൻസർ പോലും ഉണ്ടാകുവാനുള്ള ചാൻസ് ഈ കൊഴുപ്പ് കൂടുതലുണ്ടെങ്കിൽ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് ഡയബറ്റീസ് ഉണ്ടാകുവാനുള്ള പ്രധാനപ്പെട്ട കാരണം. അതായത് നമ്മൾ ഡയറ്റിൽ ശ്രദ്ധിക്കുന്നില്ല, നമ്മൾ വ്യായാമം ചെയ്യാൻ മെനക്കെടുന്നില്ല. പിന്നെ മറ്റൊന്ന് നമ്മുടെ ഉറക്കമാണ്. നമ്മളെല്ലാവരും ഏറ്റവും കുറഞ്ഞ ഒരു ദിവസം നമുക്ക് 8 മണിക്കൂറെങ്കിലും ഉറക്കം ആവശ്യമാണ്. പക്ഷേ ഇന്നത്തെ ചെറുപ്പക്കാർ ആ 8 മണിക്കൂർ പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് വളരെ സംശയമാണ്. അവർ വളരെ വൈകിയാണ് കിടക്കുന്നത്. ചിലപ്പം 1 മണി 2 മണിയൊക്കെ ആകുമ്പോഴാണ് പലരും ഉറങ്ങാൻ കിടക്കുന്നത്. ചിലപ്പോൾ രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകേണ്ടതുകൊണ്ട് രാവിലെ 6 മണിക്ക് പെട്ടെന്ന് എഴുന്നേറ്റുന്നിരിക്കും. അപ്പോൾ 8 മണിക്കൂർ പലരും ഉറങ്ങുന്നില്ല. അങ്ങനെ ഉറക്കനഷ്ടം ഉള്ളവർക്ക് പ്രമേഹം ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ അതുപോലെ തന്നെയാണ് ടെൻഷൻ. ഇത് മിക്ക ആൾക്കാർക്കും ടെൻഷനാണ്. അതായത് ജോലി സംബന്ധിച്ചുണ്ട്, അതുപോലെ തന്നെ പരീക്ഷ സംബന്ധിച്ചുള്ള ടെൻഷൻ, വീട്ടിലെ ചില പ്രശ്നങ്ങൾ. അങ്ങനെ ഈ ടെൻഷൻ സ്ട്രെസ് ഇല്ലാത്ത മനുഷ്യർ ഇന്ന് വളരെ കുറവാണ്. പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്കൊക്കെ സ്ട്രെസ് ഇന്ന് വളരെ കൂടുതലാണ്. ഈ സ്ട്രെസ് ഉള്ളപ്പം നമ്മുടെ ശരീരത്തിൽ ചില ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതിനെ സ്ട്രെസ് ഹോർമോൺ എന്നാണ് പറയുന്നത്. അതായത് കോർട്ടിസോൾ ഉണ്ട്, അഡ്രിനലിനുണ്ട്, നോർ അഡ്രിനലുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഹോർമോണുകളെല്ലാം ഡയബറ്റോജനിക്കാണ്. അതായത് ഇങ്ങനെയുള്ള ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ കൂടുതൽ ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് പ്രമേഹം ഉണ്ടാക്കുവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ പ്രമേഹം ഉണ്ടാകുന്ന മറ്റൊരു കാര്യം പ്രീ ഡയബറ്റീസ് എന്നൊരു അവസ്ഥയെ നിങ്ങൾ മനസ്സിലാക്കുന്നില്ല, നിങ്ങളത് ചികിത്സിക്കുന്നില്ല എന്നുള്ളതാണ്. ഇന്ത്യയിലെ ഏതാണ്ട് 70% ആൾക്കാരും പ്രീ ഡയബറ്റീസ് ആണ് എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. പ്രീ ഡയബറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ രക്തത്തിലെ പഞ്ചസാര ഡയബറ്റിക് സ്റ്റേജിൽ വന്നിട്ടില്ല, പക്ഷേ നോർമൽ അല്ലതാനും. അപ്പം നോർമലിനും ഡയബറ്റീസിനും ഇടയ്ക്കുള്ള കുറച്ച് ആൾക്കാരുണ്ട്, അവരാണ് പ്രീ ഡയബറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രീ ഡയബറ്റീസ് ഉള്ളവർ അത് ശ്രദ്ധിക്കുകയും അത് മനസ്സിലാക്കുകയും അതിനെ പരിഹരിക്കാനുള്ള ചില കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തില്ലെങ്കിൽ ഈ പ്രീ ഡയബറ്റീസ് എത്രയും പെട്ടെന്ന് തന്നെ ഡയബറ്റീസ് ആയിട്ട് മാറും. അതായത് 1-2 കൊല്ലം കഴിയുമ്പോൾ അവർ ഡയബറ്റിക് ആവും. പിന്നെ അവർക്കൊരു തിരിച്ചുപോക്ക് സാധ്യമല്ല. നമ്മൾ പ്രീ ഡയബറ്റീസ് സ്റ്റേജിലാണെങ്കിൽ നമുക്കൊരു യു-ടേൺ എടുത്ത് നമുക്കൊരു നോർമൽ ലെവലിലുള്ള ആളാകാം. പക്ഷേ പ്രീ ഡയബറ്റീസിനെ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോവുകയോ അല്ലെങ്കിൽ അത് ചികിത്സിക്കാതിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളൊരു ഫ്രാങ്ക് ആയിട്ടുള്ള ഡയബറ്റിക് ആവും. പിന്നെ നമുക്കൊരു തിരിച്ചുപോക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതാണ്. പിന്നെ നമുക്ക് തൈറോയിഡിൻ്റെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് ഈ ഡയബറ്റീസ് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ മറ്റൊന്ന് ഫാറ്റി ലിവറാണ്. അത് നമ്മൾ നേരത്തെ തന്നെ ഒന്ന് മെൻഷൻ ചെയ്തു. അതായത് ഫാറ്റി ലിവർ ഇന്ന് വളരെ സാധാരണയാണ്. 70 മുതൽ 80% ആൾക്കാർക്കും ഇന്ന് ഫാറ്റി ലിവറുണ്ട്. അതായത് കൊഴുപ്പ് കൂടുതലായിട്ട് നിങ്ങളെ കരടിൽ അടിയുന്ന അവസ്ഥയാണ് ഫാറ്റി ലിവർ. ഈ ഫാറ്റി ലിവർ ഉള്ളവർക്കൊക്കെ പ്രമേഹം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഏതാനും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. ഇനിയും കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ എന്തുകൊണ്ട് ചെറുപ്പക്കാർക്ക് പ്രമേഹം ഉണ്ടാകുന്നു എന്നതിനെപ്പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ പ്രമേഹം ഉള്ളവരെ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ചെറുപ്പക്കാരിൽ ആർക്കെങ്കിലും പ്രമേഹം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഉടനെ നമുക്കതിന് മരുന്ന് നൽകേണ്ട കാര്യമില്ല. നമുക്ക് മെറ്റ്ഫോമിൻ പോലുള്ള ഗുളികയോ അല്ലെങ്കിൽ ഇൻസുലിനോ ഒന്നും ശരിക്കും ആവശ്യമില്ല. പ്രമേഹം കണ്ടുപിടിച്ചാൽ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ലൈഫ് സ്റ്റൈൽ മോഡിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മൾ ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറഞ്ഞ ഭക്ഷണങ്ങൾ കഴിക്കുക, നാരുകൾ കൂടുതലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക, നല്ല പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക. അതായത് നമുക്ക് മത്സ്യം കഴിക്കാം, എഗ്ഗ് കഴിക്കാം, അങ്ങനെയുള്ള നല്ല പ്രോട്ടീൻ ഉള്ളത് കഴിക്കുക. അതുപോലെ തന്നെ പ്രോട്ടീൻ കൂടുതലുള്ള പച്ചക്കറികളുണ്ട്, ബീൻസ് ഉണ്ട്, അച്ചിങ്ങാപ്പയർ, ചെറുപയർ, വൻപയർ, മുതിര, അതുപോലെ തന്നെ കടല, ഉഴുന്ന് തുടങ്ങിയ ഭക്ഷണ സാധനങ്ങളെല്ലാം നമുക്ക് പ്രോട്ടീൻ റിച്ചായിട്ടുണ്ട്. അപ്പോൾ പ്രോട്ടീൻ കൂടുതലായിട്ടുള്ളത് കഴിക്കുക. അതുപോലെ തന്നെ കഴിക്കുമ്പം ഹെൽത്തി ഫാറ്റ് മാത്രം കഴിക്കുക, നല്ല കൊഴുപ്പ് മാത്രം നമ്മൾ കഴിക്കുക. ചീത്ത കൊഴുപ്പ്, അതായത് റെഡ് മീറ്റ് മുതലായവ അവോയ്ഡ് ചെയ്യുക. നല്ല കൊഴുപ്പ് എന്ന് പറയുമ്പോൾ അത് നമുക്ക് നട്ട്സിനകത്തുണ്ട്, നമ്മുടെ സീഡ്സിനകത്തൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ കഴിക്കുക. omega-3 ഫാറ്റി ആസിഡ് നല്ല കൊഴുപ്പാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കഴിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടിയ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കുക.
അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മൾ റിഫൈൻഡ് ഷുഗർ കഴിക്കരുത്, പഞ്ചസാര ഉപയോഗിക്കരുത്, അല്ലെങ്കിൽ അത് കുറയ്ക്കണം. പിന്നെ റിഫൈൻഡ് ആയിട്ടുള്ള ഗ്രെയിൻസ് നമ്മൾ കുറയ്ക്കണം. അതായത് തവിട് നീക്കിയ അരി അധികം ഉപയോഗിക്കരുത്, തവിട് നീക്കിയ അരിയുടെ ധാന്യപ്പൊടികളും നമ്മൾ അധികം ഉപയോഗിക്കരുത്. ബേക്കറി പലഹാരങ്ങൾ നമ്മളൊരു മിതത്വം പാലിക്കണം. ജങ്ക് ഫുഡ്സ് നമ്മൾ കഴിവുള്ളത്തോളം അവോയ്ഡ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ഭക്ഷണ പദാർത്ഥങ്ങളിൽ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിവെക്കുക. ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും വ്യായാമത്തിന് വേണ്ടി മാറ്റിവെക്കണം. ഒരു ദിവസം നമുക്ക് 24 മണിക്കൂർ തന്നിട്ടുണ്ട്. അതിൽ 1 മണിക്കൂർ നമ്മൾ ഡെയിലി വ്യായാമം ചെയ്തിരിക്കണം. അത് നമ്മൾ എയറോബിക് വ്യായാമം ചെയ്യണം. അതായത് നമ്മൾ വേഗതയിലുള്ള നടപ്പ്, സൈക്ലിങ്, ട്രെഡ്മില്ലിൽ കയറുക, അതുപോലെ തന്നെ നീന്തുക, സ്ത്രീകളാണെങ്കിൽ എയറോബിക് ഡാൻസ് ചെയ്യുക, അങ്ങനെയുള്ളവ ചെയ്യുക. അതുകൂടാതെ നമ്മൾ മസിൽ സ്ട്രെങ്തനിങ് വ്യായാമം കൂടി ചെയ്യണം. അതായത് ഡംബൽ ഉപയോഗിച്ച് പേശികളെ ബലപ്പെടുത്തുവാനുള്ള വ്യായാമം കൂടി നമ്മൾ അതിൻ്റെ കൂടെ ഒരു 10 മിനിറ്റ് ചെയ്യണം. അത് 1-2 ദിവസം നമ്മൾ ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെ 2 കൂട്ടം വ്യായാമങ്ങൾ. പിന്നെ യോഗ ചെയ്യുന്നവർക്ക് യോഗ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ വ്യായാമം ചെയ്യുക. ടെൻഷൻ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനുള്ള പരിഹാര മാർഗ്ഗങ്ങൾ നിങ്ങൾ തന്നെ കണ്ടെത്തണം. ടെൻഷൻ എത്രയും കുറയ്ക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും കുറഞ്ഞത് 7 മുതൽ 8 മണിക്കൂറെങ്കിലും ഉറങ്ങാൻ നമുക്ക് സൗകര്യങ്ങൾ ഒരുക്കുക. തുടങ്ങിയ കാര്യങ്ങളിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ പ്രമേഹത്തെ നമുക്ക് മാറ്റി നിർത്താം. അല്ലെ പ്രമേഹം നിങ്ങൾക്ക് വരാതിരിക്കും. ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രമേഹം കണ്ടെത്തിയാൽ ആദ്യത്തെ കുറച്ച് കാലങ്ങളിലാണ് നമുക്ക് പ്രമേഹ ചികിത്സ ഏറ്റവും നന്നായിട്ട് ചെയ്യുന്നത്. പ്രമേഹത്തെ നമ്മൾ ആദ്യമായിട്ട് കണ്ടെത്തിയാൽ ആദ്യത്തെ 2-3 കൊല്ലം നിങ്ങൾ എങ്ങനെ അതിനെ ചികിത്സിക്കുന്നോ അതനുസരിച്ചാണ് നിങ്ങളുടെ പ്രമേഹത്തിൻ്റെ സ്കോപ്പ് നിൽക്കുന്നത്. അതായത് പ്രമേഹം കൂടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ 5-8 കൊല്ലം പ്രമേഹം ഉണ്ടായിക്കഴിഞ്ഞാൽ, പ്രമേഹം നിലനിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയബറ്റീസിൻ്റെ ഗൗരവമായ കോംപ്ലിക്കേഷൻ വരാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ കിഡ്നി പോകാൻ സാധ്യതയുണ്ട്, ഡയാലിസിസ് ചെയ്യേണ്ടി വരും, കണ്ണിന് കാഴ്ചക്കുറവ് റെറ്റിനോപ്പതി ഉണ്ടാവും, നിങ്ങളുടെ കാലിൽ വ്രണം വന്നാൽ ചിലപ്പോൾ വിരലുകൾ മുറിച്ചു മാറ്റേണ്ടി വരും, ഹാർട്ട് അറ്റാക്ക് വരാം, സ്ട്രോക്ക് വരാം. അങ്ങനെ നിങ്ങളുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തെയും പ്രമേഹം ബാധിക്കുന്ന ഒന്നാണ്. അപ്പോൾ പ്രമേഹത്തിൻ്റെ ഈ സങ്കീർണതകൾ വരാതിരിക്കണമെങ്കിൽ പ്രമേഹം നിങ്ങൾ കണ്ടുപിടിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ ഇതിൻ്റെ ശരിയായ ചികിത്സ ചെയ്യണം. നിങ്ങൾ യാതൊരു അലംഭാവവും കാണിക്കരുത്. പലർക്കും ഷുഗർ 200-250 ഒക്കെ ആണേലും അവർ യാതൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് വളരെ അപകടകരമായ ഒരവസ്ഥ. അതായത് പ്രമേഹം കണ്ടുപിടിച്ചാൽ അതിൻ്റെ ആദ്യത്തെ സ്റ്റേജിലാണ് അതിനെ നിയന്ത്രിച്ച് നിർത്തേണ്ടത്. നിങ്ങൾക്ക് ഇങ്ങനെ കോംപ്ലിക്കേഷൻ വരാനുള്ള സാധ്യത നിങ്ങളുടെ ആദ്യത്തെ ആ നിയന്ത്രണത്തെ കുറിച്ച് മാത്രമായിരിക്കും. അതുപോലെ തന്നെ പ്രമേഹം വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു 2-3 വർഷം നിങ്ങളതിനെ ശരിക്ക് നിയന്ത്രിച്ചു കഴിഞ്ഞാൽ, അല്ലെ ശരിക്ക് ചികിത്സിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രമേഹം ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് തിരിച്ചു പോകാൻ സാധിക്കും. അതായത് റിവേഴ്സൽ ഓഫ് ഡയബറ്റീസ് എന്നാണ് ഡോക്ടർമാർ അതിന് വിളിക്കുന്നത്. അതായത് നിങ്ങൾക്ക് മരുന്നില്ലാതെ തന്നെ നിങ്ങളുടെ രക്തത്തിലെ പഞ്ചസാരയെ നോർമലാക്കാൻ കഴിയും. അതാണ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നിങ്ങൾ ഒരു മരുന്നും കഴിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ നിങ്ങളൊന്ന് റീഅറേഞ്ച്മെൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ മോഡിഫൈ ചെയ്താൽ മാത്രം മതി. നിങ്ങളുടെ ഷുഗർ പമ്പ കിടക്കും. പ്രമേഹത്തിൽ നിന്ന് നിങ്ങൾക്ക് മോചനം ലഭിക്കും. ഈ വക കാര്യങ്ങളൊന്നും വളരെ ചെറിയൊരു നിസ്സാര കാര്യങ്ങളല്ല, വളരെ ഗൗരവമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് ഗൗരവമായിട്ട് തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ഇനിയുള്ള വേദികളിലും നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് ചർച്ചയ്ക്കെടുക്കാം. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. എല്ലാവർക്കും പ്രയോജനം കിട്ടട്ടെ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.